എൻ്റെ അറിവിൽ ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്. അതേപോലെ വീട്ടുകാർ ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണു എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടി ഞങ്ങൾ ആ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത്, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്, കാരണം നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൂടെ IP വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ്, നിങ്ങൾ അങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകരുത് എന്ന് ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തു കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമേ നടന്നിട്ടുള്ളൂ. പിന്നീട് ആ കുട്ടി വൈകുന്നേരം മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ആ അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചു, അത് ചില വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തി അറിയിച്ചു എന്ന്. അതായത് അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചില്ല, അതിനു മുൻപ് ഞങ്ങൾ മരിച്ച ദിവസം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പം ആ അമ്മ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഈ കുട്ടിക്ക് കൗൺസിലിങ്, അമ്മയ്ക്കും കുട്ടിക്കും കൗൺസിലിങ്ങിനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ടീച്ചറെ. പാരന്റിങ്ങിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അപ്പോൾ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാതിലടച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അർജുൻ വീട്ടുകാർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കരയുന്ന കാര്യങ്ങളാണ്. വാതിലടച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. ഞാൻ അതുപോലെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കൗൺസിലിംഗ് ആ കുട്ടിയുടെ സ്വഭാവം അവൻ എപ്പോഴും ഗ്ലൂമി ആയിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ കുട്ടിയുണ്ട്, ഇവൻ 10 വയസ്സ് ഡിഫറൻസ് ആണ്. ആ 10 വയസ്സ് ഡിഫറൻസിൽ അമ്മയ്ക്ക് സ്നേഹമില്ല എന്നൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് അവന്റെ ഭാഗത്തുനിന്നുണ്ട്. അധ്യാപിക ഈ കുട്ടിക്ക് സൈബർ കുറ്റപ്രകാരം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ പറയുന്ന കാര്യം മാത്രമാണ് അധ്യാപിക അവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച രക്ഷിതാക്കൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചൊരു പ്രശ്നം ചൊവ്വാഴ്ച വീണ്ടും ക്ലാസ് ടീച്ചർ എത്തി അത് വളരെ ഗൗരവത്തോടെ കണ്ട് പിന്നീട് ഈ കുട്ടികളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാനസികമായി വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ചാൽ ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ടീച്ചർ ഗ്രൂപ്പായിട്ട് അങ്ങനെ പറഞ്ഞത്.